അമ്മ എന്താണ് ചെയ്യാൻ പോണേ? അമ്മ സാമ്പാർ വെക്കാം. ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ സാമ്പാർ വെക്കാൻ വന്നിട്ടാണ്. വറുത്തരച്ച സാമ്പാറാ? അപ്പോൾ സാധനങ്ങളെല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മൻ്റെ ഇന്ന് വറുത്തരച്ച സാമ്പാറാണ് അമ്മയുടെ സ്പെഷ്യല്. അപ്പോൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? മുളക്, മല്ലി, ഉഴുന്നുപരിപ്പ്, ഉലുവ, കായം, വെള്ളുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്. പച്ചമുളക് അല്ലേ? ഇതൊക്കെയാണ് അമ്മ വറുക്കും വിടുള്ളൂ. പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയും ഒരു മൂടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ അല്ലേ? നമ്മൾ പാടത്തെ പണിക്കാരൊക്കെ നിറയുള്ളത് കൊണ്ട് സാമ്പാർ നിറയെ വേണം. അതാണ് നിറയെ വേണം. അപ്പോൾ ഇത്തിരി പരിപ്പൊക്കെ കൂടുതൽ വേകാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് അമ്മ കുക്കറിൽ വേകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളൊക്കെ ഒരു വിധത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ ഇപ്പോൾ എന്തുമായി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അമ്മ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ, വഴുതിരിങ്ങ, 2 വാഴയ്ക്ക, മത്തൻ, വെണ്ടയ്ക്ക, സബോള, തക്കാളി, മുരിങ്ങക്കായ്. ഇത്രയും സാധനങ്ങളാണ് അമ്മ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കുറയ്ക്കാം കൂട്ടാം. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പാടത്തൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ട് കഷ്ണമൊക്കെ അവർ ചോദിക്കും. അപ്പൊ അമ്മ ഇത്തിരി കൂടുതൽ കഷ്ണമൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പൊ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും കഷ്ണം കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം വറുക്കാൻ വെക്കാം. വറുത്തരപ്പിന്റെ അല്ലേ അമ്മ? ശരി, തുടങ്ങാം. അപ്പൊ അമ്മ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. ശരി അമ്മ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി കായ ഇട്ട് കൊടുക്കണം അല്ലേ? ഈ കായം എണ്ണയിലൊന്ന് മൊരിഞ്ഞ് ഫ്രൈ ആയി വരണം. കായമൊക്കെ ഇതാ ഫ്രൈ ആയി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഇടാൻ പോണമ്മ? മുളകും മല്ലിയൊക്കെ ഇട്ട. മുളക്, മല്ലി, ഉലുവ, ഉഴുന്നുപരിപ്പ്. ശരിയമ്മ. എല്ലാം കൂടി ഇട്ടു. കപ്പലമുളക്, മല്ലി, ഉഴുന്ന്, ഉലുവ, ചെറിയുള്ളി, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ചിലവർ വെളുത്തുള്ളി ഇട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് സാമ്പാറിന്. അത് ഒരുപാട് വേണമെന്നില്ല, 2 അല്ലി ഇട്ടാൽ മതി. കുറച്ച് ഒന്ന് നിങ്ങൾ വെളുത്തുള്ളി ഇടാതാണ് സാമ്പാർ വെച്ചിരിക്കുന്നതെങ്കിൽ ഒന്നിങ്ങനെ 2 അല്ലി വെളുത്തുള്ളി ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും, നല്ല മണമാണ് സാമ്പാറിന്. മുളകും മല്ലിയൊക്കെ വാരിയില്ലമ്മ? തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങയിട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അമ്മൻ്റെ വറുത്തരച്ച സാമ്പാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും മക്കൾക്കാണെങ്കിലും പേരക്കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ്. പാടത്ത് പണിക്ക് വരുന്ന എല്ലാവർക്കും സാമ്പാർ പറഞ്ഞാൽ ഇഷ്ടമാണ്. അതാ ഒരു നാടൻ രീതിയാണ്. നല്ല മണമാണ്. ഇത്രയൊക്കെ കഴിക്കുന്നത് അറിയില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പാടത്ത് കുറച്ചൊരു പണിയുണ്ട്. അമ്മമാരും കുറച്ച് അച്ഛന്മാരൊക്കെ പണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടിയിട്ടാണ് അമ്മ സാമ്പാർ ഉണ്ടാക്കുന്നത്, കൂടുതൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇഡ്ഡലി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറാണ് അമ്മ ഉണ്ടാക്കുന്നത്. ചമ്മന്തി അരക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങയൊക്കെ ഒന്ന് കളറ് മാറി വരട്ടെ. എന്നിട്ട് നമുക്ക് പരിപ്പമ്മ വേഗം വെച്ചിട്ട് ഈ തേങ്ങ ആയ ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. തേങ്ങയ്ക്ക് ഒരു അയിലമ്മ ഓഫാക്കണം. തേങ്ങ കളറായി. ഒരുപാട് നല്ല കളറാവണ്ട, പാകത്തിനായാൽ മതി. ഒരുപാട് നല്ല കളറായി കഴിഞ്ഞാൽ സാമ്പാർ ചന്തം പോലമ്മ. അപ്പം ഇങ്ങനെയാണ് ഒരു പാകം. അതാണ് പരിപാടികൾ. പിന്നെ നമുക്ക് ഇത് ചൂടാറട്ടെ, ഇത് അരയ്ക്കാം. കഷ്ണങ്ങൾ അല്ലേ? ഏകദേശം എല്ലാ കഷ്ണവും ഇട്ടിട്ടുണ്ട്. വെണ്ടയ്ക്കും മുരിങ്ങക്കായും മാത്രം ഇട്ടിട്ടില്ല. ബാക്കിയെല്ലാം കഷ്ണം ഇട്ടു. ഇതാ വേവിക്കാൻ വയ്ക്കാനാ. അപ്പൊ കഷ്ണം വേകാൻ വെക്കുമ്പോ അമ്മ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേകാൻ വെക്കും. ഉപ്പ് ഇട്ടില്ലേ? മഞ്ഞപ്പൊടി ഇട്ടു. ഉപ്പ് നമ്മളിപ്പോ കഷ്ണത്തിന്റെ ഒപ്പം ഇട്ടാലാണ് ഇതിലേക്ക് ഒന്ന് പിടിക്കുള്ളൂ. പിടിക്കുള്ളൂ. അപ്പൊ അമ്മ കല്ലുപ്പ ഇടുക.
അമ്മയ്ക്ക് കല്ലുപ്പാണ് കയ്യിലൊരു അളവും കണക്കൊക്കെ. ആ, അപ്പോൾ അപ്പം അതന്നെ അമ്മ സാമ്പാർ വെക്കുമ്പോൾ വെളുത്തുള്ളി എപ്പോഴും ഇടാറുണ്ട്. പലവരും പലതരത്തിനെ വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർക്കും, നമുക്ക് പണിക്ക് വരുന്ന എല്ലാവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ മക്കളാണെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കി, എന്നിട്ട് എന്താ അഭിപ്രായം പറഞ്ഞാൽ പറയാം. 2 അല്ലി വെളുത്തുള്ളി, ഒരുപാട് വേണ്ട. അമ്മ എപ്പോഴും ഇടാറുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കൽ സാമ്പാറിന് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് വെളുത്തുള്ളി ഇടില്ല കൊണ്ട് കുറേ പേര് പറഞ്ഞു. പക്ഷേ എല്ലാ ഭാഗത്തും ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ നല്ലൊരു മണവും ഗുണവും കിട്ടും. ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് സാമ്പാർ വെച്ച് നോക്കുക. അപ്പോൾ എന്താ പറയുക, വെളുത്തുള്ളി ഇടില്ല അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ടാൻ പറ്റില്ല എന്ന് പറയുന്നവരും അത് വെച്ച് നോക്കും. അപ്പോൾ ഒരിക്കലെങ്കിലും ഇട്ട് നോക്കുക. അപ്പോൾ ഇനി ഇത് കഷ്ണമൊക്കെ വേട്ടല്ലമ്മ? തേങ്ങ അരച്ച് വെക്കാം. കഷ്ണമൊക്കെ ഒരുവിധം കൊന്തു. അപ്പൊ അമ്മ മുരിങ്ങ ഇട്ട് കൊടുക്കും. ശരി അമ്മ. കഷ്ണമൊക്കെ ഒന്ന് ബാക്കിയൊക്കെ വേട്ടല്ലമ്മ? മകനപ്പതാ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. വെണ്ടയ്ക്ക് ഇട്ട് അധികം നിൽക്കണ്ട, വഴിക്ക് ഒരു തിളച്ച അമ്മ പുളി ഒഴിക്കണം. അപ്പൊ അങ്ങനെ ഒഴിക്കുമ്പോ നമുക്ക് വതക്കണ്ട അല്ലേ? വെണ്ടയ്ക്ക് ഉടഞ്ഞൊന്നും ചെയ്യാറുള്ളൂ. വെണ്ടയ്ക്ക് ഉടഞ്ഞൊന്നും പൂജ. ഒരു തള വെണ്ടയ്ക്ക് ഇട്ട് ഒറ്റ തള വെച്ചാൽ പുളിയൊക്കെ അമ്മ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുളി ഒഴിക്കരായമ്മ? പുളി ഒഴിക്കുന്നു. പുളിയൊക്കെ അമ്മ പൊഴിഞ്ഞു എല്ലാം കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം പരിപ്പ് വേവിച്ച പരിപ്പ് ഒഴിക്കുന്നു. പുളിവെള്ളം ഒഴിച്ചു. ഇനി ഒന്ന് തിളച്ച ശേഷം നമുക്ക് തേങ്ങ കലക്കി ഒഴിക്കാം. എല്ലാം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ അമ്മ തേങ്ങ കലക്കി ഒഴിക്കും. വറുത്തരച്ച മസാല, സാമ്പാറിന് മസാല കലക്കി ഒഴിക്കണം. ഇനി നമുക്ക് മല്ലിയില അരിഞ്ഞിടണം, ഒന്ന് താളിക്കണം. അത്രയേ ഉള്ളൂ. നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ അടുത്തരപ്പ് ഒഴിച്ചപ്പോൾ തന്നെ നല്ല മണം വരാൻ തുടങ്ങി. ഇനി മല്ലിയിട്ട് തളച്ച പരിപാടി കഴിഞ്ഞു. ഇത് നമുക്ക് ടിഫൻ ചായക്ക് വെള്ളമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ടിഫിൻ്റെ കൂടെയും കഴിക്കുക, ചോറിൻ്റെ കൂടെയും കഴിക്കുക, എല്ലാത്തിനും കൂടി അടിപൊളിയാണ്. ഇഡ്ഡലിൻ്റെ കൂടെയൊക്കെ നല്ലോണം ഒഴിച്ച് കുഴച്ച് കഴിക്കുക കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ അല്ലേ അമ്മ? അമ്മ അതാ മല്ലിയില ഇട്ട് കൊടുക്കുന്നു. മല്ലിയില അല്ലേ? സാമ്പാറൊക്കെ റെഡിയായി. മല്ലിയില ഇട്ട് കൊടുക്കണം. ഞാൻ താളിച്ച് കൊട്ടിയ പരിപാടി കഴിഞ്ഞു അല്ലേ? താളിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ട് കൊടുത്തു. 2 വറമുളകും കറുവപ്പടിയും. വറമുളക്, കറുവപ്പടി. സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. താളിച്ചൊക്കെ ഒട്ടി സെറ്റാക്കി എല്ലാം കഴിഞ്ഞു. നല്ല മണം വരുന്നുണ്ട് താളിച്ചപ്പോൾ. അടിപൊളി സാമ്പാറാണ്. ഇപ്പം തന്നെ ചൂടോടെ ഇഡ്ഡലി കഴിക്കാൻ തോന്നുന്നുണ്ട്. എല്ലാം റെഡി ചെയ്താ. ചായ തിളച്ചോണ്ടിരിക്കണം. ചായയൊക്കെ തിളച്ചുകൊണ്ടിരിക്കണം. ഇഡ്ഡലിയൊക്കെ റെഡിയായി അമ്മൻ്റെ. അപ്പം അമ്മ ഇതെന്തിൻ്റെ കൂടെ കഴിക്കാം? ഇപ്പം നമുക്ക് സാമ്പാർ പറഞ്ഞത് എല്ലാം എനിക്ക് ചേരും. അപ്പോൾ ഇത് ഇഡ്ഡലിൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ? അമ്മ പരിപ്പ് അധികം ചേർത്താണ്ട് തേങ്ങ കൂടുതൽ അരച്ചിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളത് പാടത്തേക്ക് ഇപ്പോൾ പണിക്കാർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ അമ്മൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അല്ലേ അമ്മ? അതെ, എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. നന്നായിരിക്കും, നോക്കാനൊന്നുമില്ല, അടിപൊളി സാമ്പാറായിരിക്കും. അടിപൊളിയായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.